ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നത് തെറ്റാണോ? ലാലേട്ടനോടൊരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആളല്ല. കാരണം ഇപ്പൊ പിന്നെ ചോദിക്കാതിരിക്കുന്നല്ലേ. ആ പിള്ളേരും നമ്മുടെ കൂടെ നിൽക്കട്ടെ. ഇപ്പൊ ഇന്ത്യയിലൊട്ടാകെ നടന്ന പ്രൊമോഷൻ കഴിഞ്ഞപ്പോൾ കേരളത്തിലെത്തിയിരിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റാണ് കേരളത്തിലെത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ കണ്ട കുറേ പ്രൊമോഷനിൽ ഒരു ഇന്റർവ്യൂവിലും ലാലേട്ടൻ്റെ ചിരിയും കളിയും തമാശകളും കണ്ടു. ഒത്തിരി ടെൻഷൻ അടിച്ച് ഇവിടെ ആന്റണി പെരുമ്പാവൂർ എന്ന ഒരു പ്രൊഡ്യൂസർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഡെയിലി രാത്രി നിങ്ങൾ കോൾ ചെയ്യുമായിരുന്നു. എപ്പോഴും നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന എന്തായിരുന്നു? അത്ര എൻജോയ് ചെയ്ത ഏറ്റവും നല്ല ഇന്റർവ്യൂ ഏതായിരുന്നു ലാലേട്ടൻ ഫീൽ? ഞാൻ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നത് തെറ്റാണോ? ഏറ്റവും നല്ലതായിരുന്നു. അല്ല, അങ്ങനല്ല. നമുക്ക് ഈ അതിലൊരു മലയാളത്തിൽ ഏറ്റവും ജനിത്ത് ഓഫ് എവരി സോറോ ഇസ് ഹാപ്പിനെസ് എന്ന് പറയും. എല്ലാ സങ്കടത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന സന്തോഷം എന്നാണ്. അപ്പോൾ അതായത് നമ്മളും കൂടെ ഓൾറെഡി ആന്റണി ഈസ് കമ്മിങ് ലോട്ട് ഓഫ് ഒരുപാട് സങ്കടങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും കൂടെ സങ്കടപ്പെടുന്നതിന് ഒരാൾ സന്തോഷത്തിലിരിക്കാന്ന് വിചാരിച്ചു. അങ്ങനല്ല. നമ്മളെ ഒരു ചോദ്യങ്ങൾ അങ്ങനെയായിരുന്നു. അതിൽ ഒരു വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു. പിന്നെ നമുക്കൊരു 10-12 ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഒരു ഡിസോറിയൻറ്റഡ് ആവും. നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ചില തമാശകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. കാര്യം പിന്നെ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ലായിരുന്നു സിനിമയെ സംബന്ധിച്ച്. ബാക്കി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല. ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി. എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിൻ്റെ വെതർ, ക്ലൈമറ്റ്, അതിൻ്റെ ലോജിസ്റ്റിക്സ്, യാത്രകൾ, അത് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. പക്ഷെ അതെല്ലാം പൃഥ്വിക്ക് എന്താ വേണ്ടത് അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്താ പറയേണ്ട, ഒരു ഞങ്ങളുടെ യൂണിറ്റ് 300, 400, 500 പേരൊക്കെ ഉള്ള യൂണിറ്റ് ഉണ്ടായിരുന്നു. അവരെ ലഡാക്കിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ പെട്ടെന്ന് പറയേണ്ട കാര്യമില്ല. നമുക്ക് വളരെ സന്തോഷമായിട്ടിരിക്കാം. ലാലേട്ടനോടൊരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആളല്ല. കാരണം ഇപ്പൊ പിന്നെ ചോദിക്കാതിരിക്കുന്നല്ലേ. അല്ല ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നന്ദിയാണ് സത്യം പറഞ്ഞ. എന്താണ്? അതായത് ലാലേട്ടനെ എപ്പോ കണ്ടാലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ടാണ് ലാലേട്ടനോട് ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ്. ലാലേട്ടനോട് പറയാനുള്ളത് ഒരു നന്ദി മാത്രമാണ്. ഈ മലയാളക്കരയിൽ വന്ന് പിറന്നതിന്, മലയാള സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതിന്, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും രോമാഞ്ചത്തിലും ഒക്കെ സിനിമകളിലൂടെ ഒപ്പം നിന്നതിന് നന്ദി മാത്രമുള്ളൂ ലാലേട്ടാ പറയാൻ. ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ടല്ലേ എൻ്റെ വർത്തമാനം തന്നെ തുടങ്ങിയത്. നിങ്ങളോട് നന്ദി പറഞ്ഞിട്ടാണ്. കാര്യം നിങ്ങൾ തന്നെയാണ്, ഈ നന്ദി തന്നെയാണ് ഞാൻ മോഹൻലാൽ എന്ന ഈ നടനെ 47 വർഷമായിട്ട് നിർത്തിയിരിക്കുന്നത്. വളരെയധികം നന്ദി. താങ്ക് യു ലാലേട്ടാ. ഈ ചോദ്യം കഴിഞ്ഞിട്ട് ഞാൻ പോകട്ടെ. പണ്ട് പറഞ്ഞത് എനിക്ക് എൻ്റെ പിള്ളേരുണ്ടടാ എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇന്നിപ്പോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ പിള്ളേരാണ് ഫുൾ പവർ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ആ ആരാധകരെ കുറിച്ച് നമുക്ക് പിള്ളേരുണ്ടെന്ന് വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയല്ലേ അല്ലേ? അവരോട് എന്താ പറയണ്ടേ? ഞാൻ തുടങ്ങിയത് തന്നെ വലിയൊരു നന്ദിയോടല്ലേ. ആ പിള്ളേരും നമ്മുടെ കൂടെ നിൽക്കട്ടെ. താങ്ക് യു സോ മച്ച്. അവസാനമായിട്ട് നമുക്കൊരു